ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അക്കൗണ്ടിങ് +1 +2 CBSE സ്റ്റേറ്റ് ICSE സ്റ്റുഡൻസിന് അതുപോലെ തന്നെ BCom അങ്ങനെ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പഠിക്കുന്നവർക്കും ഈ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് കാര്യങ്ങൾ അറിയുന്ന സാധാരണക്കാർക്ക് ഉപകാരപ്രദമായിട്ടൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കുകയാണ്. എന്തിനാണ് വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നത്? നമ്മുടെ വരവ് എത്ര, ചെലവ് എത്ര, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ പറ്റുക. ഏതൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ, ഒരു ഫാമിലി മാൻ ആയിക്കോട്ടെ, നമ്മുടെ വരവും ചെലവിനും അനുസരിച്ചിട്ടാണ് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഒരു അക്കൗണ്ടിങ് അതിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മുടെ വരവ് ചെലവ് കണക്കുള്ള ബേസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏതൊരു സാധാരണക്കാരനും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മളൊരു അക്കൗണ്ടൻസിയുടെ ബേസിൽ പറയുമ്പോൾ അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് recording, classifying the money transactions in a significant manner എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഓർഡറിൽ നമ്മുടെ ട്രാൻസാക്ഷൻസ്, അത് മണി ട്രാൻസാക്ഷൻസ് മാത്രമാണ് അതിൽ റെക്കോർഡ് ചെയ്യുക. മണി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, അതുപോലെ തന്നെ അത് ക്ലാസിഫൈ ചെയ്യുക, തരംതിരിക്കുക, ഇങ്ങനെ ഒരു ഓർഡർലി മാനറിൽ ചെയ്യുന്നതിന് നമ്മൾ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അതിനെ സമ്മറൈസ് ചെയ്യും നമ്മൾ. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ പ്രോഫിറ്റും ലോസും നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ രേഖപ്പെടുത്തിയിട്ട് അത് നമ്മൾ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ നമുക്ക് അറിയാനായിട്ടുള്ള ഒരിതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ +1 +2 മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ആ കുട്ടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കാൻ അറിയണം. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റും ലയബിലിറ്റിയും. അപ്പോൾ അതിന് തിരിച്ചിട്ടുള്ളതാണ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമുക്ക് അസറ്റ് ആണോ കൂടുതൽ, ലയബിലിറ്റി ആണോ കൂടുതൽ, അതിനനുസരിച്ച് നമുക്ക് ഫിനാൻഷ്യൽ ഡിസിഷനൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ സഹായിക്കുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. ഇത് രണ്ടും പ്രിപ്പയർ ചെയ്യാൻ അറിയുക എന്നുള്ളതാണ് ഒരു കോമേഴ്സ് സ്റ്റുഡൻറ്റ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമുക്കിവിടെ ബോർഡിലേക്ക് വരാം. ഇതിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാറുണ്ട്, പക്ഷേ നമ്മുടെ വീഡിയോ എല്ലാം നിങ്ങൾക്കറിയാം വളരെ ഷോർട്ട് വീഡിയോസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ഉപകാരപ്രദമായ ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. ഈ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ചെറുതായിട്ട് സൂചിപ്പിച്ചു. ഒന്നാമത്തെ കാര്യം മെയിൻ്റനൻസ് ഓഫ് ബിസിനസ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്ന് അറിയുക. അതുപോലെ അസർടൈൻമെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, ഇപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, നമുക്കൊരു പർട്ടിക്കുലർ ആയിട്ടൊരു ഫിനാൻഷ്യൽ ഡിസിഷൻ അല്ലെങ്കിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനോ കമ്പനിക്ക് വ്യക്തിക്ക് ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് സാധിക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അസർടൈൻമെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു യൂസേഴ്സിന് ഇൻഫർമേഷൻ നൽകുക. ഇത് നാലുമാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്താണ് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഓഡ് വണ്ണെ കണ്ടുപിടിക്കണം. അപ്പൊ ഈ മെഷീനറി എന്ന് പറയുന്നത് ഫിക്സ്ഡ് അസറ്റ് ആണ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗും ഫിക്സ്ഡ് അസറ്റ് ആണ്, ഫർണിച്ചറും ഫിക്സ്ഡ് അസറ്റ് ആണ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഫിക്സ്ഡ് അസറ്റിൽ പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന് ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തൊരു ചോദ്യം, ബിസിനസ് സോൾഡ് ഗുഡ്സ് ടു മുജീബ് ഓൺ ക്രെഡിറ്റ്, മുജീബ് ഈസ് ദ ഡാഷ് ഓഫ് ദ ബിസിനസ്. അപ്പൊ ബിസിനസ് സോൾഡ് ഗുഡ്സ്, അപ്പൊ ബിസിനസ്സില് മുജീബിന് ഗുഡ്സ് വിറ്റു, അത് ക്രെഡിറ്റിലാണ് മുജീബിന് വിറ്റത്. അപ്പോൾ ബിസിനസിന്റെ ആരാണ് മുജീബ്? മുജീബ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഡെപ്റ്ററാണ്. കാരണം നമുക്ക് പൈസ ഇങ്ങോട്ട് തരാനുള്ള ആളെയാണ് നമ്മൾ ഡെപ്റ്റർ എന്ന് പറയും, നമ്മൾ കൊടുക്കാനുള്ള ആളെ ക്രെഡിറ്റർ എന്നും പറയും. ഓക്കെ. ഇനി വാട്ട് റെപ്രസെന്റ്സ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ടു ദ ബിസിനസ്. ബിസിനസ്സിലേക്ക് ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓണറിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാപിറ്റൽ എന്ന് പറയുന്ന പേര് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഓണർ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ഒരു 3 മാർക്ക് എന്തായാലും നേടിത്തരാനായിട്ട് സഹായിക്കും. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഡൗട്ട്സ് ഉള്ള പോർഷൻസ് അത് ഏത് ആയിക്കോട്ടെ നിങ്ങളോട് കമൻറ്റ് ചെയ്താൽ അതനുസരിച്ച് നമ്മൾ വീഡിയോകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് അയക്കുന്നതായിരിക്കും. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ. ദിസ് ഇസ് റെൻസ് തോമസ് സൈനിങ് ഔട്ട്.